സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു എബയോട്ടിക് ഫാക്ടറാണ്. ദറ്റ് ഇസ് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന ക്ലൈമാറ്റിക് ഫാക്ടറിൽ വരുന്ന ഒരു എബയോട്ടിക് ഫാക്ടറാണ്. ക്ലൈമറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ മെയിൻ സോഴ്സ് നമുക്കറിയാം സൺലൈറ്റാണ്. എർത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കുള്ള ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റാണ്. ആൻഡ് ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എബയോട്ടിക് ഫാക്ടറാണ്. കാരണം ലൈറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവൻ തന്നെ നിലനിൽക്കില്ല. കാരണം നമുക്കറിയാം പ്രൈമറി പ്രൊഡ്യൂസേഴ്സായ പ്ലാന്റ്സ് അതിൻ്റെ ഫുഡ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് വി നീഡ് ലൈറ്റ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി. അതുപോലെ അനിമൽസ് ആയാലും എല്ലാം ഈ ലൈറ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഈവൻ ക്ലൈമറ്റ് വരെ നിയന്ത്രിക്കുന്ന പ്ലാനറ്റിൻ്റെ ചൂട് അങ്ങനെ തന്നെ നിലനിർത്തുന്നത്, അതായത് ജീവികൾക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും എല്ലാം സൺലൈറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. ഇനി ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്. സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അത് നമുക്ക് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് പല വേവ് ലെങ്ത്തിലുള്ള ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതിൽ പല വിഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ UV റേസ് ഉണ്ട്, വിസിബിൾ സ്പെക്ട്രം ഉണ്ട്, ദെൻ IR ഇൻഫ്രാറെഡ് ഉണ്ട്, ദെൻ എക്സ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, ഇങ്ങനെ കുറേ റേഡിയോ വേവ്സ് ഉണ്ട്. ഇങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളതാണെങ്കിൽ വിസിബിൾ സ്പെക്ട്രം, നമ്മൾ കാണുന്ന വിബ്ജിയോർ എന്ന് പറയുന്നത്, അതാണ് വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെ. അതിൻ്റെ നാനോമീറ്റർ എന്ന് പറയുന്നത് 300 to 900 നാനോമീറ്ററിൽ വരെയുള്ളതാണ് വിസിബിൾ സ്പെക്ട്രം, നമുക്ക് കാണാൻ പറ്റുന്ന. ആ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള പല വേവ് ലെങ്ത്തിലുള്ള റേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓരോ ഓബ്ജക്റ്റിനെയും വിസിബിൾ ആകുന്നത്. ദെൻ UV റേസ് എന്ന് പറയുമ്പോൾ അത് 10 to 390 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് എല്ലാം വരുന്നത് UV റേസിലാണ്. ദെൻ ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ അത് 760 to 1 lakh നാനോമീറ്റർ വരെ വരും. ഇനി ലൈറ്റ് ഇൻ റിലേഷൻ ടു ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലെ ഓർഗാനിസം ലൈറ്റ് അനുസൃതമായിട്ട് പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച്, റിലേറ്റീവ് പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് പ്ലാന്റ് ഗ്രോത്തിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചില പ്ലാന്റ്സ് നമുക്കറിയാം വളരെ വെയിലത്ത് വെച്ചാലേ വളരുള്ളൂ. ചില പ്ലാന്റ്സ് ആണെങ്കിൽ ഷെയ്ഡ് വേണ്ട പ്ലാന്റ്സ് ഉണ്ട്, ചിലത് ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ദേ ആർ ഹെലിയോഫൈറ്റ്സ് ആൻഡ് സയോഫൈറ്റ്സ്. ഹെലിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റ് ലവിങ് പ്ലാന്റ്സ് ആണ്. അതായത് വളരെ തീക്ഷ്ണമായിട്ടുള്ള വെയിൽ ആവശ്യമായിട്ടുള്ള, കഠിനമായിട്ടുള്ള വെയിലും ചൂടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്ന ചെടികളുണ്ട്. നമുക്കറിയാമോ, എല്ലാ വെജിറ്റബിൾസും നമുക്കറിയാം നല്ല വെയിലുള്ള സ്ഥലത്താണ് നല്ലതായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നതും ഫ്ലവർ ഉണ്ടാവുന്നതും. മിക്കവാറും ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന ചെടികളെല്ലാം തന്നെ നല്ല വെയിൽ ആവശ്യമുള്ള ചെടികളാണ്. ഹെലിയോഫൈറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ദേ ആർ ഒബ്ലിഗേറ്റ് ആൻഡ് ഫാക്കൽറ്റേറ്റീവ്. അപ്പോൾ ഒബ്ലിഗേറ്റ് ഹെലിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റിൽ മാത്രമേ വളരുള്ളൂ. അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള ഹെലിയോഫൈറ്റ്സ്. ഫാക്കൽറ്റേറ്റീവ് ഹെലിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഗ്രോ വെൽ ഇൻ ബ്രൈറ്റ് ലൈറ്റ്, ബട്ട് ദേ ക്യാൻ ഓൾസോ ബി ഗ്രോൺ ഇൻ ഷെയ്ഡി റീജിയൻസ് ടു. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഫാക്കൽറ്റേറ്റീവ്. ദെൻ സയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സിനെയാണ് നമ്മൾ സയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതും ഇതേപോലെ ഒബ്ലിഗേറ്റ് സയോഫൈറ്റ്സ് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് സയോഫൈറ്റ്സ് ഉണ്ട്. ഒബ്ലിഗേറ്റ് സയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഒബ്ലിഗേറ്റ് ആണ്, റിജിഡ് പ്രിഫറൻസ് ആണ്. ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് മാത്രമേ അത് വളരുള്ളൂ. ചില പ്ലാന്റ്സ് നമുക്ക് കണ്ടിട്ടുണ്ട് വളരെ ബ്രൈറ്റ് ലൈറ്റിൽ വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വാടിപ്പോവുകയും അതിങ്ങനെ കരിഞ്ഞ് മുരടിച്ച് നിൽക്കുന്നതൊക്കെ കാണാം. പക്ഷേ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമാണെങ്കിൽ നന്നായിട്ട് വളരും. അപ്പോൾ അങ്ങനെയുള്ളതാണ് സയോഫൈറ്റ്സ്, ഒബ്ലിഗേറ്റ് സയോഫൈറ്റ്സ്. ഫാക്കൽറ്റേറ്റീവ് സയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയ്ഡ് ലവിങ്ങുമാണ്, പക്ഷേ നേരിയ ലൈറ്റിൽ അത് സർവൈവ് ചെയ്യും.
ബ്രൈറ്റ് ലൈറ്റിലും സർവൈവ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് സയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ലൈറ്റിൻ്റെ പെനിട്രേഷൻ അനുസരിച്ച് മറൈൻ ആസ് വെൽ ആസ് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്സിൽ, അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ നമുക്ക് വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ കാണാം. അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രഷ് വാട്ടർ ലേക്കിലെ വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് 3 റീജിയൻസ് ആയിട്ട് മെയിനായിട്ട് തിരിക്കാം. ദേ ആർ ലിറ്ററൽ സോൺ, ലിംനറ്റിക് സോൺ ആൻഡ് പ്രൊഫണ്ടൽ സോൺ. ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. അതിൽ ലിറ്ററൽ സോൺ എന്ന് പറയുന്നത് ഇതാണ് ലിറ്ററൽ സോൺ. ലിറ്ററൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ദറ്റ് ഈസ് നിയർ ടു ദ ഷോറുമായിട്ട് ആ മാർജിനൽ ഏരിയാസ് ഷോറുമായിട്ട്, അതായത് ഇപ്പോൾ കുളത്തിലൊക്കെ ആണെങ്കിൽ കുളത്തിൻ്റെ കരഭാഗത്തിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുമല്ലോ, ആ ഭാഗത്തിനെയാണ് നമ്മൾ കുറച്ച് ഷാലോ ആയിട്ടുള്ള റീജിയൻ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ താഴെയുള്ള ചെടികളും ചെറിയ മീനുകളും എല്ലാം കാണാൻ സാധിക്കും. ആ റീജിയനെയാണ് നമ്മൾ ലിറ്ററൽ സോൺ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടാവാം, ദെൻ ചില ബെന്തിക് ഓർഗാനിസംസും പ്ലാങ്ക്ടൺസും അതുപോലെ തന്നെ ചെറിയ ഫിഷസൊക്കെ കാണാൻ പറ്റും. ഇനി ലിംനറ്റിക് സോൺ, ഇതാണ് ലിംനറ്റിക് സോൺ. ലിംനറ്റിക് സോൺ എന്ന് പറഞ്ഞാൽ ലിറ്ററൽ സോൺ കഴിഞ്ഞിട്ട് ടോപ്പ് ലെയറിൽ നമുക്ക് കാണുന്ന സൺലിറ്റ് ആയിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത്. അത് വളരെയധികം സൺലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുന്ന റീജിയനാണ്. അപ്പോൾ ഇവിടെ വരെയാണ് ലിറ്ററൽ സോൺ വരുന്നത്. അവിടെ നന്നായിട്ട് ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺസിൻ്റെയൊക്കെ പ്രസൻസ് വളരെയധികം കൂടുതലായിരിക്കും, പോപ്പുലേഷൻ കാണാൻ പറ്റും. ആൻഡ് ചെറിയ സ്മോൾ ഇൻസെക്ട് ലാവേ, അതുപോലെ തന്നെ വാട്ടർ ഇൻസെക്ട്സ്, ദെൻ ചെറിയ ഫിഷസ്, നെക്ടോൺസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഈ ലിംനറ്റിക് സോണിൻ്റെ നേരെ താഴെയുള്ള റീജിയനാണ് നമ്മൾ പ്രൊഫണ്ടൽ സോൺ എന്ന് പറയുന്നത്. പ്രൊഫണ്ടൽ സോൺ എന്ന് പറഞ്ഞാൽ റാദർ എന്താ പറയുക, ഈ ലിംനറ്റിക് സോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൺലൈറ്റ് അധികം പെനിട്രേറ്റ് ചെയ്യാത്ത റീജിയനാണ് പ്രൊഫണ്ടൽ സോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഫിഷസ്, അതുപോലെ തന്നെ ഇവിടെ താഴേക്കാണെങ്കിൽ ബെന്തിക് ഓർഗാനിസംസ് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഫ്രഷ് വാട്ടർ ലേക്കിലെ നമ്മുടെ ലൈറ്റിൻ്റെ പെനിട്രേഷൻ അനുസരിച്ച് വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ മറൈൻ ഹാബിറ്റാറ്റിലെ വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷനാണ് കാണാൻ പോകുന്നത്. അവിടെയും നമുക്ക് 3 ലെയേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ മറൈൻ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ആഴമുള്ളതാണ്. മറ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് പോലെയൊന്നുമല്ല, വളരെയധികം ആഴമുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് മറൈൻ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ദറ്റ് ഈസ് വൺ ഇസ് യൂഫോട്ടിക് സോൺ. ഇതാണ് യൂഫോട്ടിക് സോൺ. യൂഫോട്ടിക് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈറ്റ്, അതായത് മറൈൻ ഇക്കോസിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് പതിക്കുന്ന സർഫസ് ആയിട്ടുള്ള ഭാഗം, സർഫസ് വാട്ടേഴ്സിനെയാണ് നമ്മൾ യൂഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. അവിടെ നേരിട്ട് ലൈറ്റ് പതിക്കുന്ന സ്ഥലമാണ്. അത് 80 മീറ്റർ വരെയാണ് അതിൻ്റെ യൂഫോട്ടിക് സോണിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ വരെ നന്നായിട്ട് ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺസിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടാവും. ചില ഫിഷസും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമാണ് യൂഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെ ഉള്ള ഭാഗമാണ് ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഡിസ്ഫോട്ടിക് സോൺ. അപ്പോൾ ഇതാണ് ഡിസ്ഫോട്ടിക് സോൺ. ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറയുന്നത് 80 to 200 മീറ്റർ വരെയുള്ളതാണ് ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഭാഗം ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ്ഡ് ലൈറ്റ് മാത്രമേ അതിലേക്ക് പതിക്കുകയുള്ളൂ. മറ്റത് യൂഫോട്ടിക് സോണിൽ വളരെയധികം നല്ല ബ്രൈറ്റ് ലൈറ്റ്, സൺലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുമെങ്കിൽ നമുക്കറിയാം കുറേ കൂടി താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും ലൈറ്റ് പെനിട്രേഷൻ കുറയും. അപ്പോൾ വളരെ ഡിഫ്യൂസ് ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഈ പറയുന്ന മാതിരി ബാക്കിയുള്ള നമ്മൾ ഇപ്പോൾ പലതരത്തിലുള്ള നെക്ടോൺസ്, അതായത് ഫിഷസൊക്കെ കിട്ടും, ഡിമേഴ്സൽ ഫിഷസ്, അതെല്ലാം കിട്ടുന്ന ഈ ഡിസ്ഫോട്ടിക് സോണിൽ നിന്നാണ്.
ഇനി അതിനും താഴെയുള്ള ഏരിയ, അതായത് ഗ്രേറ്റർ ദാൻ 200 നാനോമീറ്റർ എന്ന് പറയുന്ന റീജിയനാണ് എഫോട്ടിക് സോൺ. ഇതാണ് എഫോട്ടിക് സോൺ. അതായത് ഗ്രേറ്റർ ദാൻ 200 മീറ്റർ ബിയോണ്ട് 200 മീറ്റർ എല്ലാം താഴത്തോട്ട് എത്ര 11,000 മീറ്റേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലും ഒക്കെ ഉള്ള എല്ലാം ആ റീജിയൻ ഫുള്ളും എഫോട്ടിക് സോൺ എന്ന് പറയുന്നു. അവിടെ ലൈറ്റ് തീരെ കടക്കില്ല, ഒട്ടും തന്നെ ലൈറ്റ് ഇല്ലാത്ത ഭാഗമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസം ബെന്തിക് ഓർഗാനിസംസ് ആണ്. ആ ഓർഗാനിസംസ് അങ്ങനെ അഡാപ്റ്റ് ചെയ്ത ആ ഒരു പ്രത്യേക എൻവയോൺമെൻറ്റിൽ, ലൈറ്റ് ഇല്ലാത്ത എൻവയോൺമെൻറ്റിൽ അഡാപ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് മാത്രമാണ് ആ ഭാഗത്ത്. ഡീപ് സീ ഫിഷസ്, ഡീപ് സീ ഓർഗാനിസംസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഓർഗാനിസംസ് മാത്രമാണ് ഈ എഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലാക്കിങ് ലൈറ്റ്. സൺലൈറ്റ് ഒട്ടും തന്നെ കടന്നു ചെല്ലാത്ത റീജിയനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലൈറ്റിൻ്റെ പെനിട്രേഷൻ അനുസരിച്ചുള്ള സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ്.